My dear friends, എല്ലാവർക്കും MP Talks പണം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നവംബർ 25 ന്യൂസാണ്. പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ന്യൂസുകൾ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന, അതുപോലെ തന്നെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ, അതുപോലെ തന്നെ ക്രിമിനലൈസേഷൻ പൊളിറ്റിക്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മോണിറ്ററി പോളിസി. ഓക്കെ, RBIയുടെ മോണിറ്ററി പോളിസിയാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രിലിംസ് ആൻഡ് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു ന്യൂസിന്റെ PDF നിങ്ങളുടെ ടെലിഗ്രാം ചാനലിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഒപ്പം തന്നെ വളരെ കുറഞ്ഞ ഫീസ് UPSC പഠനം നടത്തണമെന്നുണ്ടെങ്കിൽ പ്രിലിംസ് കം മെയിൻസ് ബാച്ച് കൂടുതൽ അറിയാനായിട്ട് ഒരു നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. ഫസ്റ്റ് ന്യൂസിലായത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജനയാണ്. ഗരീബ് കല്യാൺ അന്ന യോജന GS3 നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. സിലബസ് ഏരിയാസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു നമ്മുടെ ഓൾറെഡി ഈ ഒരു COVID-19 സമയത്ത് അതിനെതിരെ ഫൈറ്റിനെതിരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. മിനിസ്റ്റർ ഓഫ് ഫിനാൻസിന്റെ കീഴിലാണ് വരുന്നതെന്ന് അറിഞ്ഞിരിക്കാം. അപ്പൊ അതിൽ ഇനീഷ്യലി അനൗൺസ് ചെയ്തത് 3 മാസത്തേക്കായിരുന്നെങ്കിൽ കൂടി അത് പല സമയത്തായിട്ട് അത് വീണ്ടും നീട്ടിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ വീണ്ടും ന്യൂസ് വരാൻ കാരണം. എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു 3 മാസം കൂടി. അതിന്റെ ഭാഗമായിട്ട് ഈച്ച് പേഴ്സൺ എന്ത് ചെയ്യുന്നുണ്ട്, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം കവർ ചെയ്തിട്ടുള്ള എല്ലാവർക്കും 5 kg ഗ്രെയിൻസ് ഒക്കെ ഫ്രീ കോഴ്സ് ഓഫ് കിട്ടുന്നതാണ്. അത് കൂടാതെ സബ്സിഡൈസ്ഡ് ഫുഡ് ഗ്രെയിൻസും എന്ത് ചെയ്യുന്നവർക്ക് PDS പ്രകാരം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ന്യൂ വേർഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കോമ്പണൻസ് എന്ന് പറയുന്നത് ഏകദേശം ഫ്രീ കോസ്റ്റ് ഓഫ് ദി അല്ലെങ്കിൽ 1 kg പൾസസ് പെർ മന്ത് കൊടുക്കുന്നതൊക്കെ അറിഞ്ഞിരിക്കാം. എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് ആണ് ബിയർ ചെയ്യുന്നത്. ഏകദേശം 26,000 crore ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അലോക്കേഷൻ എന്ന് പറയുന്നത് ഏകദേശം 39.69 lakh മെട്രിക് ടൺ എന്ത് ചെയ്യുന്നുണ്ട് ഇതുവരെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കാം. ഇതിനൊരു ചലഞ്ചസ് എന്ന് പറയുന്നതാണ് പലപ്പോഴും ബെനിഫിഷ്യറീസ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ബേസ് ചെയ്തിരിക്കുന്നത് 2011 സെൻസസ് പ്രകാരമുള്ള ബെനിഫിഷ്യറീസ് ആണ്. അപ്പൊ അത് പല ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്, അൺകവേർഡ് ആയിട്ടുണ്ടെന്നുള്ളതാണ്. പല ബെനിഫിഷ്യറീസും കിട്ടേണ്ട ആളുകൾ, അതാണ് ഇതിന്റെ ഒരു ചലഞ്ചസ് ആയിട്ട് പറയുന്നത്. മറ്റു പ്രധാനപ്പെട്ട ന്യൂസ് ഉണ്ടായിരുന്നത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ റിപ്പോർട്ടിനെ കുറിച്ച് ന്യൂസ് ഉണ്ടായിരുന്നു. GS2 നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫസ്റ്റ് ഫേസ് ഡാറ്റ 2019 സമയത്തൊക്കെ പബ്ലിഷ് ചെയ്തിരുന്നു. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്. അപ്പൊ അതിന്റെ മറ്റുള്ള ഡാറ്റാസും പബ്ലിഷ് ചെയ്തിരുന്നു. ഈ ഒരു നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ എന്ന് പറയുമ്പോൾ ലാർജ് സ്കെയിൽ മൾട്ടി റൗണ്ട് സർവേ ആണ്. സാമ്പിൾ ഹൗസ് ഹോൾഡ് ത്രൂ ഔട്ട് ദി ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, നടത്തുന്ന ഒരു സർവേ ആണെന്ന് അറിഞ്ഞിരിക്കാം. മിനിസ്റ്റർ ഓഫ് ഹെൽത്തും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസും അടക്കം കൂടി നടത്തുന്ന ഒരു സർവേ ആണെന്ന് അറിഞ്ഞിരിക്കാം. ഫേസ് 2 ഇപ്പം ഡിലേ ആയിരുന്നു, ഇപ്പൊ റീസെന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ സർവേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഡാറ്റ ക്യാപ്ചർ ചെയ്ത് 2014-19 വരെയുള്ള കാര്യങ്ങളാണ്. മറ്റു നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 4 പോലെ തന്നെ ഏകദേശം കാര്യങ്ങളുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഈ ഇൻഡിക്കേറ്റർ നമുക്ക് ചിലപ്പോൾ നമുക്ക് എന്ത് ട്രാക്ക് ചെയ്യാൻ പറ്റും, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള് 2030 അച്ചീവ് ചെയ്യേണ്ട സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റും. അത് കൂടാതെ കുറച്ച് ടോപ്പിക്കുകൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ, ഡിസബിലിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, 2019 ഫസ്റ്റ് ടൈം ആയിട്ട് ഇതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പെർസെന്റേജ് ഓഫ് ദി വിമൺ ആൻഡ് മെൻ ഹാവ് എവർ യൂസ് ദ ഇന്റർനെറ്റിന്റെ കാര്യം കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡാറ്റ അനാലിസിസ് നടത്തുകയാണെങ്കിൽ പല കാര്യങ്ങളും പ്രധാനമായിട്ടും അതിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് മാൽന്യൂട്രീഷൻ ലെവലൊക്കെ വീണ്ടും വേഴ്സൺ ചെയ്തതായിട്ടൊക്കെ പറയുന്നുണ്ട് പല കാര്യങ്ങളും. ഓക്കെ, പ്രധാനമായിട്ടും 4 ഇൻഡിക്കേറ്റേഴ്സ് മെട്രിക്സ് നോക്കുന്നുണ്ട്. ചൈൽഡ് സ്റ്റണ്ടിങ്, ചൈൽഡ് വേസ്റ്റിംഗ്, അത് അണ്ടർ വെയിറ്റ്, ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ചൈൽഡ് ഇതിലുള്ള ഡാറ്റാസ് ഒക്കെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പോലുള്ള കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കാറുണ്ട്. ചൈൽഡ് സ്റ്റണ്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു റിവേഴ്സിൽ കാണുന്നുണ്ട്. അഥവാ ഇത് എന്ന് പറയുന്നത് പെർസെന്റേജ് ഓഫ് ദി ചിൽഡ്രൻ ഹാവ് ലോ ഹൈറ്റ് ഫോർ ദർ ഏജ്. ഏജിനെക്കാളും ലോ ഹൈറ്റ് ആയിട്ടുള്ളവനാണ് ചൈൽഡ് സ്റ്റണ്ടിങ് എന്ന് പറയാം. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്, സ്വാഭാവികമായിട്ടും ഇത് കൂടുതലായിട്ടുള്ള ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ, സ്റ്റണ്ടിങ് ഉണ്ടാവുകയാണെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് അഡ്വേഴ്സ് എഫക്ട് എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചൈൽഡിനെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. തെലുങ്കാന, ഗുജറാത്ത്, കേരള പോലുള്ള സംസ്ഥാനങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ചൈൽഡ് സ്റ്റണ്ടിങ് എന്ന് അറിഞ്ഞിരിക്കാം. മറ്റൊരു ഇൻഡിക്കേറ്റർ കാണിക്കുന്നത് ചൈൽഡ് വേസ്റ്റിംഗ് ആണ്. അക്യൂട്ട് മാൽന്യൂട്രീഷൻ ആണ് റിഫ്ലക്ട് ചെയ്യുന്നത്. എന്താണ് കാണിക്കുന്നത്, ചിൽഡ്രൻ ഹാവിംഗ് ദ ലോ വെയിറ്റ് ഫോർ ദെയർ ഹൈറ്റ്. ഓക്കെ, അതാണ് കാണിക്കുന്നത്. അതിലും ചില സംസ്ഥാനങ്ങൾക്ക് ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ അണ്ടർ വെയിറ്റ് ആണ്. അണ്ടർ വെയിറ്റ് കാണിക്കുന്നത് അതെന്ത് ചെയ്യുന്നുണ്ട്, ചിൽഡ്രൻസ് ബിഗ് സ്റ്റേറ്റ്സ് ലൈക്ക് ഗുജറാത്ത്, മഹാരാഷ്ട്ര, വെസ്റ്റ് ബംഗാൾ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് കാണിക്കുന്നുണ്ട്. ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അഥവാ നമ്പർ ഓഫ് ദി ഡെത്ത് പെർ 1000 ലീവ്സ് ഫോർ ദ ചിൽഡ്രൻ അണ്ടർ ഏജ് ഓഫ് 1 ആണ്. പിന്നെ അതും എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാഗ്നന്റ് ആണ്. ഓക്കെ, ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റും അണ്ടർ 5 മോർട്ടാലിറ്റി റേറ്റും എന്താണ്, സ്റ്റാഗ്നന്റ് ആണെന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ അർബൻ റൂറൽ ജെൻഡർ ഗ്യാപ്പ് ഉണ്ട് ഇന്റർനെറ്റ് യൂസിൽ കാണാൻ പറ്റും. ഓക്കെ,
ഇത് ജെൻഡർ ഗ്യാപ്പ്, റൂറൽ ഗ്യാപ്പ്, അർബൻ റൂറൽ ഗ്യാപ്പും കാണാൻ പറ്റും. അതുപോലെ തന്നെ ജെൻഡർ ഡിവൈഡ് നമുക്ക് എന്ത് ചെയ്യാം യൂസ് ഓഫ് ഇന്റർനെറ്റിന്റെ കാര്യത്തിൽ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ ജനറൽ ഡാറ്റ പറയുന്ന ഏകദേശം ആവറേജ് 42.6 വിമൺ എന്ത് ചെയ്യുന്നുണ്ട് ഇന്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ, ആ സമയത്ത് 62% മെൻ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അർബണിലും ഡിവൈഡ് കാണാൻ പറ്റും. അർബൻ റൂറൽ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർനെറ്റ് യൂസിന്റെ കാര്യത്തിൽ ഡിവൈഡ് കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും ടെസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിലേക്കൊക്കെ ഈ ഡാറ്റാസ് കൂട്ട് ചെയ്തുകൊണ്ട് എഴുതാവുന്നതാണ്. മറ്റേ ന്യൂസ് ഉണ്ടായിരുന്ന ക്രിമിനലൈസേഷൻ ആണ് പൊളിറ്റിക്സിൽ. GS2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണെന്ന് അറിഞ്ഞിരിക്കാം. ക്രിമിനലൈസേഷൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിസിപ്പേഷൻ ഓഫ് ദി ക്രിമിനൽസ് ഇൻ ദ പൊളിറ്റിക്സ്, ഓക്കെ, വിച്ച് ഇൻക്ലൂഡ് ദ ക്രിമിനൽസ് ഇൻ ദ ഇലക്ഷനിൽ കണ്ടസ്റ്റ് ചെയ്യുന്നതും അവരെ എലക്ട് ചെയ്യുന്നതൊക്കെ എന്താണ് പാർലമെന്റിലേക്ക് എലക്ട് ചെയ്യുന്നതിനൊക്കെ നമ്മൾ എന്ത് പറയാം, ക്രിമിനലൈസേഷൻ എലക്ഷൻസ് എന്ന് പറയാം. അപ്പൊ അഥവാ പ്രൈമറിലി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ന്യൂ നെക്സസ് ബിറ്റ്വീൻ ദ പൊളിറ്റീഷ്യൻസ് ആൻഡ് ക്രിമിനൽസ് ഉള്ളതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ലീഗൽ ആസ്പെക്ട്സ് പറയുകയാണെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ ക്രിമിനൽസിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, സ്പെസിഫൈ ചെയ്യുന്നില്ല എന്ത് ഡിസ്ക്വാളിഫിക്കേഷൻ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത്. അതൊക്കെ വരുന്നത് RPA, റെപ്രസെന്റേഷൻ ഓഫ് ദി പീപ്പിൾ ആക്ട് 1951 എന്ത് ചെയ്യുന്നത് ക്രൈറ്റീരിയ ഡിസ്ക്വാളിഫൈങ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളത് അറിഞ്ഞിരിക്കാം. അതിന്റെ ഭാഗമായിട്ട് സെക്ഷൻ 8 ഓഫ് ദി ആക്ട് പറയുന്നുണ്ട് ഡിസ്ക്വാളിഫിക്കേഷൻ. ആരെങ്കിലും എന്ത് ചെയ്യാണ് മോർ ദാൻ 2 years എന്ത് ചെയ്യാണ് ജയിൽ ടേം അനുഭവിക്കുകയാണെങ്കിൽ 6 years അവർക്ക് എന്തായിരിക്കും ജയിൽ ടേമിന് ശേഷം എൻഡ് ചെയ്തതിനു ശേഷം 6 years അവർക്ക് ഇലക്ഷനിൽ കണ്ടസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സെക്ഷൻ 8 ഓഫ് ദി RPA ആക്ട് പറയുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കാം. അതുപോലെ തന്നെ ലോ ഡസ് നോട്ട് ബാർ ദ ഇൻഡിവിജ്വൽസ് ഹു ഹാവ് ക്രിമിനൽ കേസസ് പെൻഡിങ് അഗെയിൻസ്റ്റ് ദം. ഓക്കെ, കണ്ടസ്റ്റ് ചെയ്യുന്ന സമയത്താവട്ടെ മറ്റുള്ള സമയത്ത് എന്തില്ല ആ ഒരു പെൻഡിങ് ആയിട്ടുള്ള കേസ് എന്ത് ഇതിലേക്ക് ഉൾപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കാം. അത്തരം ആളുകൾക്ക് എന്തില്ല, ബാറില്ല. ഓക്കെ, അതേസമയത്ത് ജയിൽ ടേം 2 വർഷം കിട്ടിയ ആളുകൾക്കാണ് 6 വർഷം വരെ അതിന് ശേഷം എന്ത് ചെയ്യുന്നുള്ളത് ബാറുള്ളത് അറിഞ്ഞിരിക്കാം. ഇങ്ങനെ ക്രിമിനലൈസേഷൻ കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് ലാക്ക് ഓഫ് ദി പൊളിറ്റിക്കൽ വിൽ ആണ്. ഇത്തരത്തിലുള്ള ഇതുവരെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ബാർ ചെയ്യുന്ന ആക്ടുകൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ പൊളിറ്റിക്കൽ വില്ല്, ലാക്ക് ഓഫ് പൊളിറ്റിക്കൽ വിൽ, പിന്നെ ലാക്ക് ഓഫ് എൻഫോഴ്സ്മെന്റ്. പല ലോസും ഉണ്ടെങ്കിൽ കൂടിയും നമുക്ക് എന്ത് ചെയ്യാം എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നല്ല രീതിയിൽ. പിന്നെ പല ജഡ്ജ്മെന്റുകളൊന്നും. പിന്നെ നാരോ സെൽഫ് ഇൻട്രസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത് പലപ്പോഴും ഇതിന് മറ്റൊരു കാരണമായിട്ട് കാണുന്നത്. മേജർ ചങ്ക് ഓഫ് ദി വോട്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് ത്രൂ ദ നാരോ പ്രിസം ഓഫ് ദി കമ്മ്യൂണിറ്റി ഇൻട്രസ്റ്റിലാണ് പലപ്പോഴും കാസ്റ്റ്, റിലീജിയൻ കാര്യങ്ങളാണ് നോക്കുന്നത്, അല്ലാതെ അവർ ക്രിമിനൽ ആണോ ഉള്ള കാര്യങ്ങളൊന്നും നോക്കാത്ത പ്രശ്നം. മറ്റേതാണ് യൂസ് ഓഫ് മസിൽ ആൻഡ് മണി പവർ ആണ് പലപ്പോഴും നമ്മളുടെ ഇലക്ഷനിൽ ഉപയോഗപ്പെടുത്തുന്നുള്ളതാണ്. ഓക്കെ, പലപ്പോഴും വോട്ടേഴ്സിന് മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തൊരവസ്ഥയാണ്. ഓക്കെ, മറ്റേതിന്റെ എഫക്ട് ഇങ്ങനെ നമ്മൾ കൂടുതലായിട്ട് ക്രിമിനലൈസ് വന്നു കഴിഞ്ഞാൽ എഫക്ട് എന്താണ്? ഒന്ന് പീപ്പിൾ ഓഫ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനിലെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ, അത് ആ പ്രിൻസിപ്പിളിനെതിരായിട്ടുള്ള സംഗതിയാണ്. എന്ത് ചെയ്യുന്നുണ്ട് ചോയ്സ് ഓഫ് വോട്ടേഴ്സ് എന്ത് പലപ്പോഴും അത് ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഗുഡ് ഗവേണൻസിനെ സ്വാഭാവികമായിട്ടും എഫക്ട് ചെയ്യും. കാരണം ലോ ബ്രേക്കേഴ്സ് ബിക്കം ദ ലോ മേക്കേഴ്സ് ആയിട്ട് മാറുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഡെമോക്രാറ്റിക് പ്രോസസ്സിന് എന്ത് ചെയ്യുന്നുണ്ട് ഗുഡ് ഗവേണൻസ് ഡെലിവറി അത് സ്വാഭാവികമായിട്ടും ബാധിക്കും. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇന്റഗ്രിറ്റി ഓഫ് ദി പബ്ലിക് സർവൻസിനെ സ്വാഭാവികമായിട്ടും ബാധിക്കുന്നുണ്ട്. ഓക്കെ, കാരണം ഇൻക്രീസ്ഡ് സർക്കുലേഷൻ ഓഫ് ദി ബ്ലാക്ക് മണി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആഫ്റ്റർ ഇലക്ഷൻ ശേഷം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കറപ്ഷൻ കൂടാനുള്ള സാധ്യത ഒക്കെ എന്താണ് സ്വാഭാവികമായിട്ടും കൂടുതലാണ്. പിന്നെ സോഷ്യൽ ഡിസ്ഹാർമണി ഉണ്ടാവാനുള്ള സാധ്യത, ഒരു കൾച്ചർ ഓഫ് വയലൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് കൂടുതലായി വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഓക്കെ, റീസെന്റ് സ്റ്റെപ്സ് നമ്മൾ സുപ്രീം കോടതിക്ക് എടുത്തതാണ്. സുപ്രീം കോടതി 2020 എന്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഓർഡർ ചെയ്തിരുന്നു പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ത് ചെയ്യണം അവർ എൻ്റെ ക്രിമിനൽ ഹിസ്റ്ററി എന്ത് ചെയ്യണം പബ്ലിഷ് ചെയ്യണം എന്നുള്ളത്, അസംബ്ലി ലോക്സഭ ഇലക്ഷൻ്റെ ഒക്കെ മുന്നായിട്ട്. അതുപോലെ തന്നെ പബ്ലിക് ഇൻട്രസ്റ്റ് ഫൗണ്ടേഷൻ യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലും സുപ്രീം കോടതി പറഞ്ഞിരുന്നു പൊളിറ്റിക്കൽ പാർട്ടീസ് ടു പബ്ലിഷ് ഓൺലൈൻ പെൻഡിങ് ക്രിമിനൽ കേസ് ഒക്കെ സ്വാഭാവികമായിട്ട് ഓൺലൈൻ ആയിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, പിന്നെ ഈ സമയത്ത് നമുക്ക് ഫോറിൽ പറയാൻ പറ്റുന്ന ഒരു കമ്മിറ്റിയാണ് ഇന്ദ്രജിത്ത് കമ്മിറ്റി. നമുക്ക് എന്ത് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പറയാം ഇലക്ടറി റിഫോംസ് കൊണ്ടുവരാൻ സ്വാഭാവികമായിട്ട് സ്റ്റേറ്റ് ഫണ്ടിങ് ഇലക്ഷനിൽ പലപ്പോഴും ഈ ഒരു ക്രിമിനൽസിന്റെ എക്സ്റ്റൻഡുള്ള കാരണം ഫണ്ടിങ് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോഴാണ്. അപ്പൊ അതൊരു സ്റ്റേറ്റ് ഫണ്ടിങ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് അവർ മുന്നോട്ട് വെച്ച റെക്കമെൻഡേഷൻ ആണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ റെഗുലേറ്റ് ചെയ്യുക അഫയേഴ്സ് ഓഫ് ദി പൊളിറ്റിക്കൽ പാർട്ടി റെഗുലേറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഓക്കെ, വോട്ടേഴ്സ് വിജിലന്റ് ആയിരിക്കണം ഈ മിസ്യൂസ് ഓഫ് മണിന്റെ ഒക്കെ ഗിഫ്റ്റിംഗ് കാര്യത്തിലൊക്കെ ഉപയോഗിക്കുന്നതിലൊക്കെ. ഓക്കെ, അതൊക്കെ നമുക്ക് ഫോർവേഡ് ആയിട്ട് പറയാൻ പറ്റും. അവസാനത്തെ ന്യൂസ് ഉണ്ടായിരുന്നത് മോണിറ്ററി പോളിസി റിപ്പോർട്ടാണ് RBIന്റെ. അപ്പൊ RBI റിപ്പോർട്ട് എന്ത് ചെയ്യണം അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കണം, ഒരു അക്കോമഡേറ്റ് പോളിസി എടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അൺചേഞ്ച് പോളിസി നോക്കുകയാണെങ്കിൽ റിപ്പോ റേറ്റിലൊക്കെ ഏകദേശം ചേഞ്ച് ചെയ്യാതെ നിന്നിരുന്നു. റീസെന്റ് ലാസ്റ്റത്തെ റിപ്പോർട്ടിൽ GDP പ്രൊജക്ഷൻ ഏകദേശം 9.5 ഒക്കെ പറഞ്ഞിരുന്നു. ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് റിവേഴ്സ് ചെയ്തിരുന്നു പ്രൊജക്ഷൻ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ ഏകദേശം 5.3 5.7 ആയിട്ട്. പിന്നെ ഒരു അക്കോമഡേറ്റീവ് സ്റ്റാൻഡ് ആണ് എന്ത് ചെയ്യുന്നത് പലപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യാനാണ് മുമ്പ് തീരുമാനിച്ചത്, കണ്ടിന്യൂ ചെയ്യാവുന്ന രീതിയിലാണ് കാരണം എക്കോണമിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അക്കോമഡേറ്റീവ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്ക് വിൽ കട്ട് റേറ്റ് ടു ഇൻജെക്ട് ദ മണി ഇൻ ടു ദ ഫിനാൻഷ്യൽ സിസ്റ്റം വെനെവർ നീഡഡ്. ഇപ്പൊ ഇൻട്രസ്റ്റ് റേറ്റുകളൊക്കെ നമ്മൾ പറയാൻ പോകുന്ന ഇൻട്രസ്റ്റ് റേറ്റുകൾ കുറച്ച് കഴിഞ്ഞാൽ എക്കോണമിയിലേക്ക് കൂടുതൽ എന്ത് ചെയ്യാം മണി സപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് അക്കോമഡേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ ഗ്രോത്ത്
ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പോളിസികളാണ്. ഇതിൽ കീ ടേം അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പോളിസികൾ ഒന്ന് റിപ്പോ ആൻഡ് റിവേഴ്സ് റിപ്പോ അറിഞ്ഞിരിക്കണം. റിപ്പോ എന്ന് പറയുമ്പോൾ വിച്ച് ദ സെൻട്രൽ ബാങ്ക് കൺട്രി ഓക്കെ ലെൻഡ് ദ മണി. അപ്പോൾ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യാണ് ലോങ് ടേം മണി ലെൻഡ് ചെയ്യുന്നത് എത്ര രൂപ എത്ര പെർസെന്റേജിലാണെന്നുള്ളതാണ് നോക്കുന്നത് ഷോർട്ട് ടേം ആയിട്ട്. അതിനാണ് എന്ത് പറയാ റിപ്പോ റേറ്റ്. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുമ്പോൾ അതാണ് ബാങ്ക് ബോറോ ചെയ്യുന്നത്. ഓക്കെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അഥവാ സോറി RBI എന്ത് ചെയ്യുന്നത് നമ്മളുടെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ കയ്യിൽ നിന്ന് മണി ബോറോ ചെയ്യുന്ന റേറ്റ് അതിനാണ് റിവേഴ്സ് റിപ്പോ. റിവേഴ്സ് റിപ്പോ എപ്പോഴും ഒരേ ഡയറക്ഷനിൽ ഉണ്ടായിരിക്കാന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ അടുത്താണ് ബാങ്ക് റേറ്റ്. അത് RBI ചാർജ് ചെയ്യുന്ന റേറ്റ് ആണ് ലോങ് ടേം ഫണ്ടിങ്ങിന് വേണ്ടി കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്. പിന്നെ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി MSF ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഓവർനൈറ്റ് മണിക്ക് എന്താണ് RBI ബോറോ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന റൈറ്റ് ആണെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ മറ്റൊന്ന് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഉണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യും സെയിൽ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. പിന്നെ ഗവൺമെന്റ് സെക്യൂരിറ്റി എന്ത് ചെയ്യുന്നുണ്ട് അത് ട്രേഡബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. അത് ഗവൺമെന്റ് വിറ്റും എന്ത് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അടുത്താണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഓക്കെ ഇതിൽ മെഷർ ചെയ്യുന്നതാണ്. ഓക്കെ CPI-യും WPI പല പ്രാവശ്യം പറഞ്ഞതാണ്. പിന്നെ മറ്റൊരു റിപ്പോർട്ടാണ് മോണിറ്ററി പോളിസി റിപ്പോർട്ട്. പബ്ലിഷ് ചെയ്യുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് പബ്ലിഷ് ചെയ്യുന്നത് അറിഞ്ഞിരിക്കാം. ഓക്കെ RBI-ന്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. RBI ആക്ട് പ്രകാരം 1934 പ്രകാരം ഉണ്ടാക്കിയെന്ന് അറിഞ്ഞിരിക്കുക പ്രൈസ് സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി. ഓക്കെ പിന്നെ അതുപോലെ തന്നെ അവരാണ് എന്ത് ചെയ്യുന്നത് ഡിറ്റർമൈൻ ദ പോളിസി ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ തീരുമാനിക്കുന്ന അവരായിരിക്കും. ഓക്കെ സ്വാഭാവികമായിട്ടും ഇൻഫ്ലേഷൻ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഒരു 4 ± അതിന്റെ ഇടയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഒക്കെ ചെയ്യുന്നത് ഇവരാണെന്ന് അറിഞ്ഞിരിക്കാം. അതുപോലെ തന്നെ ഗവർണർ ഓഫ് RBI ആണ് ഇതിന്റെ അപ്പൊ ഇതാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയെ കുറിച്ച്. നിങ്ങളപ്പോ ഇത് എക്കോണമി പഠിക്കുന്ന സമയത്ത് ഈ ഓരോ കൺസ്യൂമർ പ്രൈസ് നമ്മുടെ ഗവൺമെന്റ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ബാങ്ക് റേറ്റ് റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ റേറ്റ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻഫ്ലേഷൻ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യുന്നു ഡിഫ്ലേഷൻ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഇത്രയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മറ്റൊരു ന്യൂസുമായിട്ട് നമുക്ക് ഉടൻ കാണാം. ബൈ.